കുറച്ച് നാൾ മുന്നേ ഒരു മലയാളം സിനിമ ഇറങ്ങിയായിരുന്നു. ആ സിനിമയിൽ വളരെ വിവാദമായിട്ടുള്ള ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. ആ ഒരു ഡയലോഗ് അല്ലെങ്കിൽ സംഭാഷണത്തിന്റെ ഉള്ളടക്കം ഇതായിരുന്നു. അതായത് ചില മാതാപിതാക്കൾക്ക് ഓട്ടിസം, ഡൗൺ സിൻഡ്രോം പോലുള്ള അവസ്ഥകളുള്ള കുട്ടികൾ ജനിക്കുന്നത് ആ മാതാപിതാക്കളുടെ ദുർനടപ്പോ അല്ലെങ്കിൽ പാപങ്ങളുടെ ഫലമായിട്ടോ ആണ്. അതായത് അവരുടെ കുട്ടികൾക്ക് ജന്മനാ ഇങ്ങനെയുള്ള അവസ്ഥ വരുന്നത് അവർക്കുള്ള ശിക്ഷയായിട്ടാണ് ആ ഒരു സംഭാഷണം അല്ലെങ്കിൽ ഡയലോഗിന്റെ ഉള്ളടക്കം. ഈ ഒരു ചിന്തയിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. നമുക്ക് ഈ ഒരു ചിന്തയെക്കുറിച്ച് പരിശോധിക്കാം. ഓട്ടിസം അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ ജനിക്കുന്നതിന് എന്തെങ്കിലും ആത്മീയ കാരണമുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വൈദ്യശാസ്ത്രത്തിനും രോഗനിർണയത്തിനുമപ്പുറം ആത്മാവിൻ്റെ സങ്കോചങ്ങൾ, കർമ്മ പാഠങ്ങൾ, ലക്ഷ്യബോധമുള്ള അവതാരങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ആത്മീയ വിവരണം ഈ ഒരു വിഷയത്തിനുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് ഈ ആഴത്തിലുള്ള കാഴ്ചപ്പാടിലേക്ക് കടക്കാം. പ്രത്യാശ, അർത്ഥം, പരിവർത്തനം എന്നിവയുടെ ഒരു യാത്ര. ആത്മീയ പഠിപ്പിക്കലുകൾ അനുസരിച്ച് ജനനത്തിന് മുൻപ് ഒരു ആത്മാവ് സ്വയം വളരുന്നതിനും സുഖപ്പെടുന്നതിനും സ്വയം ഉയർത്തുന്നതിനുമായി ഒരു ആത്മകരാറിൽ ഏർപ്പെടുന്നു. ആത്മകരാറെന്ന് വെച്ചാൽ സോൾ കോൺട്രാക്ട്. ഇത് ഏർപ്പെടുന്നത് സ്വർഗസ്ഥനായ പിതാവുമായിട്ടോ അല്ലെങ്കിൽ പരബ്രഹ്മവുമായിട്ടോ ആണ്. രണ്ടും ഒന്ന് തന്നെ, അതായത് ദൈവം. ഇത് ഒരു പവിത്രമായിട്ടുള്ള ഒരു കരാറാണ്. ഈ കരാറുകളിൽ പാഠങ്ങൾ പഠിക്കുക, കർമ്മകടങ്ങൾ അടയ്ക്കുക, അല്ലെങ്കിൽ നിരുപാധികമായിട്ടുള്ള സ്നേഹം പരിശീലിക്കുക എന്നിവയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഓട്ടിസം അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ പലപ്പോഴും സവിശേഷമായ ആത്മാവിൻ്റെ തലത്തിലുള്ള ഉദ്ദേശങ്ങൾ വഹിക്കുന്നു. ഈ ആത്മാക്കൾ മറ്റുള്ളവരെ സുഖപ്പെടുത്താനും അവരെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നയിക്കാനുമാണ് ഈ പാത തിരഞ്ഞെടുക്കുന്നത്. അവ യാദൃശ്ചികമല്ല, അവ ഉദ്ദേശത്തോടെയാണ് വന്നത്. അതായത് അവരുടെ ആത്മാവ് ഈ ഭൂമിയിൽ ഈ ഒരു അവസ്ഥയിൽ ജനനം എടുക്കുന്നത് വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ്. പൗരസ്ത്യ ചിന്തകളിൽ, അതായത് ഈസ്റ്റേൺ ഫിലോസഫീസ്, കർമ്മം എന്ന് വെച്ചാൽ മുൻകാല പ്രവൃത്തികളുടെ ഊർജം. ഈ ഊർജമാണ് നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. കർമ്മം യഥാർത്ഥത്തിൽ ശിക്ഷയല്ല, ആത്മാക്കളെ പരിണമിക്കാൻ സഹായിക്കുന്ന ഒരു ആത്മീയ സംവിധാനമാണ് ഈ കർമ്മമെന്ന് പറയുന്നത്. ഈ രീതിയിൽ ജനിക്കുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ അവരുടെ മാതാപിതാക്കളെ ആത്മീയമായി വളരുവാൻ സഹായിക്കുന്നു. അവർ ജീവിക്കുന്ന ഓർമ്മപ്പെടുത്തലുകൾ ഉൾക്കൊള്ളുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ ആഴത്തിലുള്ള അനുകമ്പയിലേക്കും ക്ഷമയിലേക്കും സ്വയം കണ്ടെത്തലിലേക്കും ക്ഷണിക്കുന്നു. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ കുഞ്ഞുങ്ങൾ അവരുടെ കുടുംബത്തിൽ ജനിക്കുന്നത് ആ മാതാപിതാക്കളുടെ നന്മയ്ക്കും അവരുടെ ആത്മീയ വളർച്ചയ്ക്കും വേണ്ടിയിട്ട് മാത്രമാണ്. കർമ്മത്തെക്കുറിച്ചും ആത്മാവിൻ്റെ ഉടമ്പടി, അതായത് സോൾ കോൺട്രാക്റ്റിനെ കുറിച്ചുമെല്ലാം നമ്മൾ നേരത്തെ വിശദമായിട്ട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബൈ ബൈ.